അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ഒറ്റയുള്ളൊരു ജീവിയും എന്നാണ് നമ്മളുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം ഇവിടെ നമുക്കൊരു ചിത്രം കാണാം. ആ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഒരു പക്ഷി ഒരു മരക്കൊമ്പിൽ ഇരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്, അല്ലേ? അപ്പോൾ ആ ചിത്രം ഒന്ന് നിരീക്ഷിച്ച് നോക്കൂ. ചിത്രത്തിലെ പക്ഷി ഏതാണ്? ഇവയുടെ പ്രധാന ഭക്ഷണം എന്താണ്? ഈ പക്ഷിയെ സാധാരണ എവിടെയാണ് കാണുന്നത്? എന്താകും അതിന് കാരണം, ഇല്ലേ? ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്, നമുക്ക് ചിത്രത്തിലെ പക്ഷി ഏതാണെന്ന് നോക്കാം. ഏതാണ് ഈ പക്ഷി? പൊന്മാൻ, ഇല്ലേ? അവയുടെ പ്രധാന ഭക്ഷണം എന്താണെന്ന് അറിയുമോ? ഈ പക്ഷിയെ എവിടെയാണ് കാണുന്നതെന്ന് അറിയുമോ? എവിടെയൊക്കെയാണ് കാണുന്നത്? നമ്മൾ പക്ഷിയെ സാധാരണയായിട്ട് എവിടെയൊക്കെയാണ് കാണുന്നത്? കുളത്തിൻ്റെയൊക്കെ അടുത്തും, ഇല്ലേ? അവിടെയൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് പക്ഷികളെ, വനത്തിലും ഒക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് പക്ഷികളെ കാണുന്നത്, ഇല്ലേ? പക്ഷികളുടെ മെയിൻ ആഹാരം എന്ന് പറയുന്നത് എന്താണ്? പക്ഷികൾ എന്തൊക്കെയാണ് കഴിക്കുന്നത്? നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ, ഇല്ലേ? നമ്മൾ എന്താ പറയുക, ഫുഡ് വേസ്റ്റുകൾ കഴിക്കും, അതുപോലെ ഇലകൾ കഴിക്കും, വിത്തുകൾ കഴിക്കും. അതുപോലെ കൊക്കൊക്കെ ആണെങ്കിൽ ഈ മത്സ്യത്തിനെയൊക്കെ കുളങ്ങളിൽ നിന്നൊക്കെ പിടിച്ച് ഭക്ഷിക്കാറുണ്ട്, ഇല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് പൊന്മാൻ താമസിക്കുന്നത്. ജലസ്രോതസ്സുകൾക്ക് സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളാണ് ഇവ അധികവും താമസിക്കാനായി തിരഞ്ഞെടുക്കുന്നത്, ഇല്ലേ? അപ്പോൾ ഈ പക്ഷിയുടെ പേരെന്താണ്? പൊന്മാൻ, ഇല്ലേ? നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് താമസിക്കുന്നത്? പൊന്മാൻ താമസിക്കുന്നത്. ജലസ്രോതസ്സുകൾക്ക് സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളാണ് ഇവ അധികവും താമസിക്കാനായി തിരഞ്ഞെടുക്കുന്നത്, ഇല്ലേ? ഇനി പലതരം ആഹാരം കഴിക്കുന്ന ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട്. വിവിധ തരം ജീവികൾ കഴിക്കുന്ന ആഹാരം ഏതെല്ലാമാണ്? ആടിൻ്റെ പ്രധാന ആഹാരം എന്താണ്? അപ്പോൾ ആടിനെ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമല്ലോ. ആടിനെ കാണാത്ത ആരും എന്തായാലും കാണില്ല. അപ്പോൾ ആടിൻ്റെ പ്രധാന ആഹാരം എന്താണ്? നമ്മൾ കണ്ടിട്ടില്ലേ, പുല്ലൊക്കെയല്ലേ ആട് കഴിക്കുന്നത്. ഇനി അടുത്തത്, സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന മറ്റേതെല്ലാം ജീവികളുണ്ട്? കണ്ടെത്തി എഴുതൂ. നമുക്കറിയാം, മാൻ സസ്യാഹാരമാണ് കഴിക്കുന്നത്, ഇല്ലേ? മാനിൻ്റെ ഫോട്ടോ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുയൽ, പിന്നെ നമുക്കറിയാം പശുവൊക്കെ പുല്ല് കഴിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? പിന്നെ അടുത്തത് എന്താണ്? വാസസ്ഥലവും ആഹാരവും. വാസസ്ഥലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജീവി വസിക്കുന്ന സ്ഥലമാണ് വാസസ്ഥലം എന്ന് പറയുന്നത്, അല്ലേ? ഇനി ചിത്രത്തിൽ കുറേ ജീവികളെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ജീവികൾ? തവളയുണ്ട്, തുമ്പിയുണ്ട്, പിന്നെ കൊക്കുണ്ട്, ആമയുണ്ട്, ഇല്ലേ? കാക്കയുണ്ട്. ഇനി ചിത്രത്തിലുള്ള ജീവികൾ ഏതെല്ലാമാണെന്ന് എഴുതൂ. ഇവയിൽ സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ ഏതെല്ലാമാണ്? അപ്പോൾ ഈ പിക്ചർ നോക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റുമല്ലോ, അല്ലേ? ചെറുമീനുകളുണ്ട്, ഇല്ലേ? തവളയുണ്ട്. ചെറുമീനുകളെ ആഹാരമാക്കുന്ന ഏതെല്ലാം ജീവികൾ ഇവിടെയുണ്ട്? ചെറുമീനുകളെ ആഹാരമാക്കുന്ന ഏതെല്ലാം ജീവികളാണ് ഇവിടെ ഉള്ളത്? കൊക്കുണ്ട്, ഇല്ലേ? കൊക്കുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട്? കുറേ ജീവികളെ നമ്മളിവിടെ കാണുന്നില്ലേ? അപ്പോൾ അതിൻ്റെയൊക്കെ പേരുകൾ എഴുതി വയ്ക്കണം കേട്ടോ. ചിത്രത്തിലെ ഓരോ ജീവിയും എന്തിനെയെല്ലാം ആഹാരമാക്കുന്നു? ചെറുമീനുകൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നു. വലിയ മീനുകൾ ചെറുമീനുകളെ ആഹാരമാക്കുന്നു. കൊക്കുകൾ മീനുകളെ ആഹാരമാക്കുന്നു, ഇല്ലേ? ഇപ്പോൾ ചെറുമീനുകൾ എന്തിനെയാണ് ആഹാരമാക്കുന്നത്? സസ്യങ്ങളെ. ഇപ്പോൾ നമ്മുടെ ഈ വെള്ളത്തിലൊക്കെ കുഞ്ഞു കുഞ്ഞു സസ്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതിനെയൊക്കെയാണ് ആഹാരമാക്കുന്നത്? ചെറുമീനുകൾ ആഹാരമാക്കുന്നത്. വലിയ മീനുകൾ എന്തിനെ ആഹാരമാക്കും? ചെറുമീനുകളെ ആഹാരമാക്കുന്നു. കൊക്കുകൾ മീനുകളെ ആഹാരമാക്കുന്നു. വയലിലുള്ള മറ്റു ജീവികളെ ഉൾപ്പെടുത്തി ചിത്രീകരണം പൂർത്തിയാക്കൂ കേട്ടോ. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടല്ലേ, സസ്യം എന്താണ്? ചെറുമീൻ എന്താണ്? സസ്യം കഴിക്കുന്നു, ഇല്ലേ? പുഴു സസ്യത്തെ കഴിക്കും. പിന്നെ അതിന് ചെറുമീനെ ആര് കഴിക്കും? വലിയ മീൻ കഴിക്കും. പിന്നെ തവള കഴിക്കും, ഇല്ലേ? ചെറുമീനെ വലിയ മീനും തവളയൊക്കെ കഴിക്കും. പിന്നെ എന്താണ്? പിന്നെ വലിയ മീനെ ആര് കഴിക്കും? കൊക്ക് കഴിക്കും, ഇല്ലേ? അങ്ങനെയൊക്കെയാണ് ഈ ആരോ മാർക്ക് കൊടുത്തിട്ടുള്ളത്, ഇല്ലേ? ഇനി കണ്ണി ചേർന്ന മാൻ, മുയൽ, പുൽച്ചാടി തുടങ്ങിയ ജീവികൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നവയാണല്ലോ. ഇവയെ ആഹാരമാക്കുന്ന മറ്റു ജീവികളെ കൂടി ഉൾപ്പെടുത്തി ആഹാരബന്ധം പൂർത്തിയാക്കൂ. ഇനി അടുത്തത്, ആഹാരത്തിനായി ആ ബോക്സിലിട്ടിരിക്കുന്നത് ഞാൻ വായിക്കാം. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധത്തെയാണ് പറയുന്നത്? ആഹാര ശൃംഖലാ ജാലം എന്ന് പറയുന്നത്. അതായത് ആഹാരത്തിനായിട്ട് ജീവികൾ പരസ്പരമാണ് ആശ്രയിക്കുന്നത്, അല്ലേ? ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാ ജാലം എന്ന് പറയുന്നത്. അതായത് ഒരു ജീവിക്ക് ഒരിക്കലും മറ്റുള്ള ജീവികളില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ ഇനി ശൃംഖലകൾ കടലിലും. അപ്പോൾ ഇതുവരെ നമ്മൾ കരയിലെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇനി നമുക്ക് കടലിലെ കാര്യങ്ങൾ നോക്കാം. കരയിലെ പലതരം ആഹാര ബന്ധങ്ങൾ കണ്ടല്ലോ. ഇത്തരത്തിൽ കടലിലും വിവിധ ആഹാര ബന്ധങ്ങളുണ്ട്. അപ്പോൾ കടലിൽ കാണപ്പെടുന്ന കുറേയധികം മത്സ്യങ്ങളുടെ പിക്ചേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഇല്ലേ? സ്രാവ്, മത്തി, ചെറുമീനുകൾ, കടലാമ, പ്ലവകങ്ങൾ, ഇല്ലേ? കണ്ടില്ലേ? ഇനി അടുത്തത്, അപ്പോൾ ആ ബോക്സിൽ നോക്കിയേ, ജീവി സ്രാവ്, ഇല്ലേ? സ്രാവിൻ്റെ ആഹാരം എന്തൊക്കെയാണ്? കണവ, മീനുകൾ, കടലാമ, ഇല്ലേ?
മത്തി എന്ന് പറയുന്ന ആ ഒരു മത്സ്യത്തിൻ്റെ ആഹാരം എന്തൊക്കെയാണ്? ചെറുമീനുകൾ, പ്ലവകങ്ങൾ. പ്ലവകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കുഞ്ഞു സസ്യങ്ങളെയാണ്, കടലിലൊക്കെ കാണുന്ന കുഞ്ഞു സസ്യങ്ങളെയാണ് പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ കടലാമയുടെ ആഹാരം എന്താണ്? സസ്യഭാഗങ്ങൾ, മീനുകൾ. ചെറുമീനുകൾ എന്തിനെയാണ് ആഹാരമാക്കുന്നത്? പ്ലവകങ്ങളെയാണ് ആഹാരമാക്കുന്നത്. അടുത്ത്, ജലാശയത്തിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകരാണിവ. ഇല്ലേ? അതായത് ജലാശയത്തിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങൾ. സ്വതന്ത്രമായി ഒഴുകി നടക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? കുഞ്ഞു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, അതായത് അധികം വെയിറ്റ് ഇല്ലാത്ത കുഞ്ഞു സസ്യങ്ങളാണ്. അപ്പോൾ അതിനിങ്ങനെ ഇനി വിവിധതരം ആഹാര ബന്ധങ്ങൾ, അതിനെപ്പറ്റിയാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കേ, ഇവിടെ പിന്നെയും ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു കുളമുണ്ട്, പിന്നെ അതിൽ കുറേ ജീവികളുടെ പിക്ചർ ഇങ്ങനെ കൊടുത്തിരിക്കുന്നുണ്ടോ? അതായത് കുളത്തിലെ മത്സ്യത്തെ കണ്ടല്ലോ. മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? എന്താണ്? മത്സ്യത്തിന് എന്തൊക്കെ ഘടകങ്ങൾ വേണം നിലനിൽക്കണമെങ്കിൽ? സൂര്യപ്രകാശം വേണം, ജലസസ്യങ്ങൾ വേണം, ഇല്ലേ? ഇപ്പോൾ സൂര്യപ്രകാശം എന്തിനാണ് മത്സ്യത്തിന്? സൂര്യപ്രകാശം നമ്മളിപ്പോൾ വെയിലടിച്ചാലേ മത്സ്യം വളരുമെന്നുണ്ടോ? അപ്പോൾ മത്സ്യത്തിന് എന്തിനാണ്? അതായത് മത്സ്യത്തിന് ആഹാരം കഴിക്കണമെങ്കിൽ സസ്യങ്ങൾ വേണം. അപ്പോൾ ആ സസ്യങ്ങൾ വളരണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നൊരു പ്രക്രിയ, സൂര്യപ്രകാശം ഉപയോഗിച്ചിട്ട് സസ്യങ്ങൾ ആഹാരം ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രക്രിയ നടന്നെങ്കിൽ മാത്രമേ എന്താണ്? സസ്യം വളരത്തുള്ളൂ. അങ്ങനെ സസ്യങ്ങൾ വളർന്നെങ്കിൽ മാത്രമേ എന്താണ്? ആ മത്സ്യത്തിന് ആഹാരം ലഭിക്കുകയുള്ളൂ. അപ്പോൾ സൂര്യപ്രകാശം വളരെയധികം അത്യന്താപേക്ഷിതമായൊരു ഘടകമാണെന്ന് പറയാൻ കാരണം അതാണ് കേട്ടോ. ഇനി കുളത്തിലെ മറ്റു ജീവികൾക്കും നിലനിൽക്കാൻ ഈ ഘടകങ്ങൾ ആവശ്യമില്ലേ? കുളത്തിലെ ഘടകങ്ങൾ തരംതിരിച്ച് പട്ടികപ്പെടുത്തൂ. അപ്പോൾ നമുക്ക് ജീവനുള്ളവ, ജീവനില്ലാത്തവ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജീവനുള്ള ബട്ടർഫ്ലൈസിൻ്റെയൊക്കെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, ഇല്ലേ? ബട്ടർഫ്ലൈയുടെ ഫോട്ടോ കൊടുത്തിരിക്കുന്നുണ്ടോ? ജീവനുള്ളവയാണ്, ഇല്ലേ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. ജീവനില്ലാത്തവ, കല്ലെന്ന് പറയുന്നത് ജീവനുണ്ടോ കല്ലിന്? അപ്പോൾ അതാണ് കല്ലിന് ജീവനില്ലാത്തവയാണ് കല്ലെന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തത് ആവാസം. ആവാസം എന്താണ്? നിരവധി ജീവികൾക്ക് നിലനിൽപ്പിനാവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടാണ് വയൽ. മത്സ്യത്തിന് പുറമെ മറ്റു പല ജീവികളുടെയും ആവാസമാണിത്, അല്ലേ? മത്സ്യത്തിന് പുറമെ മറ്റു പല ജീവികളുടെയും ആവാസമാണ് എന്തെന്ന് പറയുന്നത്? വയൽ എന്ന് പറയുന്നത്. അപ്പോൾ വയൽ കണ്ടിട്ടില്ലാത്ത ആരും കാണത്തില്ലല്ലോ. അപ്പോൾ വയലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അവിടെ പല പല ജീവികളുണ്ട്, ഇല്ലേ? തവളയൊക്കെ ഉണ്ട്, മത്സ്യങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള മത്സ്യങ്ങൾ നമുക്ക് വയലിൽ കാണാൻ പറ്റും. ഇതുപോലെ മറ്റ് ഏതെല്ലാം ആവാസങ്ങളുണ്ട്. അപ്പം ഈ ആവാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് എന്തെന്ന് പറയുന്നത്? ആവാസം എന്ന് പറയുന്നത്, ഇല്ലേ? അപ്പം നമ്മുടെയൊക്കെ ആവാസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ വീടും അതിനുള്ള നമ്മളെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളുമൊക്കെയാണ് നമ്മളുടെ ഒരു ആവാസം എന്ന് പറയുന്നത്, ഇല്ലേ? നമ്മൾ സ്ഥിരമായിട്ട് വസിക്കുന്ന ഒരു മേഖലയാണ് നമ്മളുടെ ആവാസം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ സ്കൂളിലെ ജൈവവൈവിധ്യ ഉദ്യാനം നിരീക്ഷിക്കൂ. അപ്പോൾ സ്കൂളിലൊക്കെ പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ അതെന്ന് പറയുന്നത് എന്താണ്? ഒരു ആവാസമാണ്, ഇല്ലേ? അവിടെ പല തരത്തിലുള്ള ജീവികളെ നമുക്ക് കാണാൻ സാധിക്കും, ഇല്ലേ? പൂക്കളുണ്ട്, അതുപോലെ തന്നെ പൂമ്പാറ്റകൾ കാണും, വണ്ടുകൾ കാണും, ഇല്ലേ? പല തരത്തിലുള്ള ജീവികളെയാണ് നമുക്ക് ഈ പൂന്തോട്ടങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പൂന്തോട്ടം എന്ന് പറയുന്നത് നല്ലൊരു ആവാസത്തിനുള്ളൊരു ഉദാഹരണമാണ്. ഏതെല്ലാം ജീവികളുടെ ആവാസമാണ് ജൈവ വൈവിധ്യ ഉദ്യാനം? ഈ ജീവികളുടെ നിലനിൽപ്പിന് അനുകൂലമായ എന്തെല്ലാം സാഹചര്യങ്ങൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലുണ്ട്? അപ്പോൾ നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ ജീവനുള്ള ഘടകങ്ങളെയും ജീവനില്ലാത്ത ഘടകങ്ങളെയും ഉൾപ്പെടുത്തി ക്ലാസ്സിലൊരു റോൾ പ്ലേ അവതരിപ്പിക്കും. അപ്പോൾ ഇത് നമുക്ക് ഓരോ കുട്ടികളും ഓരോ എന്താ പറയുക ജീവിയായിട്ടല്ല, ഒരു പൂമ്പാറ്റയായിട്ടൊരു കുട്ടി, അല്ലെങ്കിൽ വണ്ടായിട്ട് വേറൊരു കുട്ടി, അങ്ങനെയൊക്കെ നമുക്ക് സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിൽ റോൾ പ്ലേ ആയിട്ട് നമുക്ക് ഒരു ഉദ്യാനം അവതരിപ്പിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിരീക്ഷണക്കുറിപ്പിൽ എഴുതേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ട്? നിരീക്ഷണ ഉദ്ദേശം, സാമഗ്രികൾ, നിരീക്ഷണ സാഹചര്യം, കണ്ടെത്തലുകൾ, അതൊക്കെ നമുക്ക് നിരീക്ഷണക്കുറിപ്പിൽ എഴുതാൻ പറ്റും. ഇനി അടുത്തത്, ഓരോ ജീവിക്കും അനുയോജ്യമായ ആവാസമുണ്ട്. കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് ആവാസം എന്നതിന് നിർവചനം രൂപീകരിക്കുക. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സൊക്കെ എന്ന് പറയുന്നത് ഓരോരുത്തരം ആവാസങ്ങളാണ്. പുൽമേടുകളുണ്ട്, മരുഭൂമിയുണ്ട്, ഇല്ലേ? കണ്ടൽ കാടുകളുണ്ട്, ഇല്ലേ? പിന്നെ ഈ എന്താ പറയുക മഞ്ഞു മേഖലകൾ, മഞ്ഞ് സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ? ഈ പെൻഗ്വിനൊക്കെ കാണപ്പെടുന്ന അന്റാർട്ടിക്ക പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ മഞ്ഞാണ് അവിടത്തേക്ക് ആവാസം എന്ന് പറയുന്നത്. പുൽമേടുകൾ, മരുഭൂമി, ഇല്ലേ? ഒട്ടകത്തിൻ്റെ ആവാസം എന്താണ്? മരുഭൂമിയാണ് ഒട്ടകത്തിൻ്റെ ആവാസം എന്ന് പറയുന്നത്, അല്ലേ? ഇനി ആഹാര കാർഡ്. 2 ജീവികളുടെ ആഹാര കാർഡാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ്? കാക്ക എന്ന് പറയുന്നൊരു ജീവിയുടെ ഒരു ആഹാര കാർഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അല്ലേ? കാക്ക എന്തൊക്കെയാണ് കഴിക്കുന്നത്? കാക്കയുടെ ആഹാരം എന്തൊക്കെയാണ്? ചെറുജീവികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, മൃതാവശിഷ്ടങ്ങൾ, ഇല്ലേ? അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ കാക്ക വന്നിരിക്കുമ്പോൾ നമ്മൾ വേസ്റ്റൊക്കെ എറിഞ്ഞ് കൊടുക്കാറില്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ ഭക്ഷണം എന്ന് പറയുന്നത്, അല്ലേ?
ഇനി അടുത്ത ആട് ഇല്ലേ, ആടിൻ്റെ ആഹാരം എന്താണ്? പുല്ല്, ഇലകൾ, ധാന്യങ്ങൾ, ഇതൊക്കെയാണ് എന്താ പറയുക ആടിൻ്റെ ആഹാരം എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ. അപ്പം നമുക്ക് ഇനി ഈ ബോക്സിൽ കിടക്കുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്താണ്? കടുവ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ ഈ സൂവിലൊക്കെ പോയാൽ നമുക്ക് കാണാമല്ലോ ഇല്ലേ, കടുവയെ കാണാം. അപ്പോൾ എന്താണ്? അപ്പോൾ കടുവ സംരക്ഷണം. അപ്പോൾ ഈ കടുവയെന്ന് പറയുന്ന ഇടയ്ക്ക് വംശനാശ ഭീഷണിയൊക്കെ നേരിട്ട ഒരു ജീവിയാണ് കടുവയെന്ന് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഗവൺമെൻറ് അതിനെ സംരക്ഷിക്കാനായിട്ട് കുറേ നടപടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇല്ലേ. പക്ഷി ശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽ പെടുന്ന ജീവിയാണ് കടുവ ഇല്ലേ, ഏറ്റവും ഉയർന്ന കണ്ണിയിലാണ് പെടുന്നത് ഇല്ലേ. അപ്പോൾ ഒരു ആവാസ വ്യവസ്ഥയിൽ സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പങ്കുണ്ട്. അപ്പോൾ ഭക്ഷ്യ ശൃംഖലയിൽ ഓരോ ജീവികൾക്കും എന്താണ്? ജീവികളുടെ എണ്ണം നിലനിർത്തുന്നതിൽ പങ്കുണ്ടെന്നാണ് പറയുന്നത്. അതായത് ആ ആഹാര ശൃംഖലയിലെ ഓരോ കണ്ണികളും ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ള ജീവികൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ ഇല്ലേ. അതിന് മുകളിലോട്ട് വരുന്ന കണ്ണികൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ ഇല്ലേ. അതായത് ഇപ്പം സസ്യമുണ്ടെങ്കിൽ മാത്രമേ എന്താണ് അതിന് ജീവികൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സസ്യാഹാരികളായ ജീവികളുണ്ടെങ്കിൽ മാത്രമേ മാംസാഹാരികൾക്ക് ജീവിക്കാൻ പറ്റൂ. അങ്ങനെ ഓരോന്നിനെയും കഴിച്ചാണ് മുകളിലോട്ട് എന്താണ് ഈ ഒരു ശൃംഖല പോകുന്നത് അല്ലേ. ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവിവർഗ്ഗങ്ങൾ നശിച്ചാൽ അവയ്ക്ക് പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റു ജീവിവർഗ്ഗങ്ങൾ ഉണ്ടായെന്ന് വരാം. കടുവയെപ്പോലുള്ള ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റു ജീവികൾ അധികമില്ല. അതിനാൽ കടുവയെപ്പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യമർഹിക്കുന്നു. കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനായും സംരക്ഷിക്കപ്പെടുന്നു ഇല്ലേ. അപ്പോൾ വലിയൊരു ആവാസ വ്യവസ്ഥ നമുക്ക് സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്? കടുവയെപ്പോലുള്ള ജീവികളുടെ ഒരു സംരക്ഷണം ആവശ്യമാണ് ഇല്ലേ. അതിനൊക്കെ വംശനാശം വന്നു കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു ശൃംഖല തന്നെ നശിച്ചു പോകും ഇല്ലേ. ആ ഭക്ഷ്യ ശൃംഖലയ്ക്ക് നാശം സംഭവിക്കും. അപ്പോൾ ഓരോ ജീവികളും നിലനിൽക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഓരോന്നിനെ ആശ്രയിച്ചാണ് അടുത്തടുത്ത ജീവികൾ ജീവിക്കുന്നത്. അപ്പം ആ ഭക്ഷ്യ ശൃംഖലയിലെ എല്ലാ ജീവികളും നിലനിൽക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി അധിനിവേശക്കാർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വെച്ചാൽ വേറെ രാജ്യങ്ങളിൽ നിന്ന് നമ്മളുടെ രാജ്യത്തോട്ട് വന്ന ജീവികളെയാണ് അധിനിവേശക്കാർ എന്ന് പറയുന്നത് അല്ലേ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി. ഇവ വളരെ പെട്ടെന്ന് വളർന്നു പെരുകുന്നു. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായി ഇവ കാണപ്പെടുന്നു. ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. ഇവയെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ കാണപ്പെടുന്നില്ല ഇല്ലേ. അപ്പം നാടൻ മത്സ്യങ്ങളെയൊക്കെയാണ് എന്ത് കഴിക്കുന്നത്? ആഫ്രിക്കൻ മുഷി കഴിക്കുന്നത് ഇല്ലേ. അപ്പം നമ്മുടെ ജലാശയങ്ങളിൽ എന്താണ് ഈ ആഫ്രിക്കൻ മുഷിയെ കാണുന്നില്ല. നമ്മുടെ നാട്ടിലെ കുളത്തിലേക്ക് ആഫ്രിക്കൻ മുഷി എത്തിയാൽ ആവാസത്തിന് എന്ത് സംഭവിക്കും? എന്താണ് സംഭവിക്കുക? ആഫ്രിക്കൻ മുഷിയെ നമ്മുടെ നാട്ടിലെ കുളത്തിൽ കൊണ്ടുവന്ന് എന്താ സംഭവിക്കുക? നമ്മുടെ നാടൻ മത്സ്യങ്ങളെയൊക്കെ അത് തിന്ന് നശിപ്പിക്കുമില്ലേ. അപ്പം നമ്മുടെ ആ ഒരു നാട്ടിലെ ആവാസ വ്യവസ്ഥയ്ക്കൊക്കെ നാശം സംഭവിക്കും. നിങ്ങളുടെ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും അധിനിവേശ ജന്തുക്കളും സസ്യങ്ങളും ഉണ്ടോ എന്ന് കണ്ടെത്തൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ജീവികളുണ്ട് ഇല്ലേ. വേറെ നാടുകളിൽ നിന്നൊക്കെ വന്നിട്ട് നമ്മുടെ നാട്ടിൽ വളർത്തുമ്പോൾ അത് നമ്മുടെ നാട്ടിലെ ആവാസ വ്യവസ്ഥയെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ജീവികളെയാണ് എന്തെന്ന് പറയുന്നത്? അധിനിവേശക്കാർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതാ ഇവിടെ വിവിധ തരം ആഹാര ബന്ധങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പിക്ചർ നോക്കി, ഇതിൽ കണ്ടോ? വിവിധ തരം ജീവികളാണ് ഇല്ലേ. അവരെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. അതായത് പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ട്. പരസ്പരം ബന്ധമുണ്ട് എല്ലാ ജീവികളും തമ്മിൽ. അതെങ്ങനെ ആ ബന്ധം ആ ആരോ മാർക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. എന്താണ്? പുല്ല് തിന്നുന്ന എന്താണ്? പുഴുവുണ്ട്, പുൽച്ചാടിയുണ്ട് ഇല്ലേ. അപ്പോൾ പുല്ല് തിന്നുന്ന എന്താണ്? പുൽച്ചാടിയും കഴിക്കും, പുഴുവും കഴിക്കും. അപ്പോൾ അതെന്താണ്? അപ്പോൾ അതിനെ കഴിക്കുന്ന എന്താണ്? പുഴുവിനെ എന്ത് കഴിക്കും? കോഴി കഴിക്കും. കോഴി ആര് കഴിക്കും? കുറുക്കൻ കഴിക്കും ഇല്ലേ. കുറുക്കനെ ആര് കഴിക്കും? കഴുകൻ കഴിക്കും ഇല്ലേ. കഴുകനെ ആരെ കഴിക്കും? ഇനി കഴുകൻ അത് കഴിഞ്ഞ് വേറൊരു ശൃംഖലയാണ്, വേറൊരു ബന്ധമാണ് അവിടെ വരുന്നത്. എന്താ പറയുക? ഈ പുല്ല് എന്ത് തിന്നും? പുൽച്ചാടി തിന്നും. പുൽച്ചാടി ആര് തിന്നും? തവള തിന്നും. തവള ആര് തിന്നും? പാമ്പ് തിന്നും. അപ്പോൾ പാമ്പിനെ ആര് കഴിക്കും? കഴുകൻ കഴിക്കും ഇല്ലേ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ആ രണ്ട് ഫുഡ് ചെയിൻ, രണ്ട് ശൃംഖലകളും തമ്മിൽ കണക്ഷനുണ്ട്. മനസ്സിലായി? അത് രണ്ട് ശൃംഖലകളാണ്. അത് രണ്ടും അവസാനം വരുമ്പോൾ എന്താണ്? കണക്ഷൻ വന്നിരിക്കുന്നുണ്ടോ? അത് തമ്മിൽ ബന്ധം വന്നിട്ടുണ്ട്. പലതരം ആഹാര ബന്ധങ്ങൾ മുകളിലെ ചിത്രങ്ങളുണ്ട്. ഇതിൽ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് പലതരം ശൃംഖലകളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ താഴെ ഒറ്റ ശൃംഖലയായിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? പുല്ല് എന്ത് കഴിക്കുന്നു? പുഴു കഴിക്കുന്നു. പുഴുവിനെ ആര് കഴിക്കും? കോഴി കഴിക്കും ഇല്ലേ. കോഴി ആര് കഴിക്കും? കുറുക്കൻ കഴിക്കും. കുറുക്കനെ ആര് കഴിക്കും? കഴുകൻ കഴിക്കും. ഇനി
ആഹാര ശൃംഖലാ ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് എന്തെന്ന് പറയുന്നത്? ആഹാര ശൃംഖല എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിവിടെ ആഹാര ശൃംഖലാ ജാലമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അതായത് കുറേ ജീവികൾ ഇങ്ങനെ ഉണ്ടല്ലേ, പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ള കുറേ ജീവികളാണ് ആഹാര ശൃംഖലാ ജാലത്തിൽ വരുന്നത്. അപ്പോൾ ആഹാര ശൃംഖല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനകത്തുനിന്ന് ഒറ്റ ഒരു ശൃംഖലയായിട്ട് എടുത്താൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആഹാര ശൃംഖല എന്ന് പറയുന്നത്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ആഹാര ശൃംഖലയ്ക്ക് ഉദാഹരണമാണ് ആ ഒരു സ്ട്രൈറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ആ കുറേ ജീവികളുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ആഹാര ശൃംഖല ജാലം എന്ന് പറയുന്നത്. അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ആഹാര ശൃംഖലയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ കണ്ണി, അവസാന കണ്ണി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കണ്ണി എന്ന് പറയുന്ന ആരാണ്? പുല്ല് അല്ലേ. അപ്പോൾ അവസാന കണ്ണി എന്ന് പറയുന്ന ആരാണ്? അത് ആഹാര ശൃംഖല നോക്കിയാൽ തന്നെ നമുക്കറിയാം അല്ലേ. ആദ്യം കാണുന്ന ആരാ? പുല്ല്. പിന്നെ അവസാനം വന്നിരിക്കുന്ന ആരാണ്? കഴുകൻ അല്ലേ. എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്നത് ഏത് ജീവി വിഭാഗത്തിൽ നിന്നാണ്? അപ്പോൾ എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്നത് ഏത് ജീവി വിഭാഗത്തിൽ നിന്നാണ്? അപ്പോൾ ഈ ഒരു പിക്ചർ നോക്കിയാൽ തന്നെ നമുക്ക് അറിഞ്ഞൂടെ എവിടെയാണ്? പുല്ലിൽ നിന്നാണ് അല്ലേ, അല്ലെങ്കിൽ സസ്യങ്ങളിൽ നിന്നാണ് എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്നത്. അവയുടെ നിലനിൽപ്പിനും ആഹാരം ആവശ്യമില്ലേ? അവയ്ക്ക് എവിടെ നിന്നാണ് ആഹാരം ലഭിക്കുന്നത്? അപ്പം എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? സസ്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഈ സസ്യങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ അവർക്ക് ആഹാരം വേണമല്ലോ, അവർക്ക് കൊടുക്കാൻ ആരുമില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കും. ഇനി അതിനെപ്പറ്റിയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ആഹാര നിർമ്മാണം സസ്യങ്ങളിൽ അല്ലേ. അപ്പോൾ ചിത്രീകരണം നിരീക്ഷിക്കൂ. സസ്യങ്ങൾക്ക് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം? അപ്പോൾ ആ ഒരു പിക്ചർ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. എന്താണ്? ഒരു പ്ലാന്റ് അല്ലേ, ഒരു പ്ലാന്റ് നിൽപ്പുണ്ട്. അപ്പം മുകളിൽ സൂര്യൻ്റെ ആ ഒരു രശ്മികളാണ് അത് ആ ഒരു ആരോ മാർക്കിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ്? സൂര്യൻ പ്രകാശമാണ് ആ റേസായിട്ട് വരുന്നത്. പിന്നെ എന്താണ്? സസ്യങ്ങൾ ഓക്സിജന് പുറത്ത് വിടുന്നു. കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടു കൂടി ആഹാരം നിർമ്മിച്ചിട്ട് ഇതാണ് ഓക്സിജനെ പുറത്തേക്ക് വിടുകയാണ്. ആ ഓക്സിജനാണ് നമ്മൾ ശ്വസിക്കുന്നത് അല്ലേ. അതുപോലെ സൂര്യപ്രകാശത്തിനെ സഹായിക്കുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ജലമാണ് അല്ലേ. അപ്പോൾ സസ്യങ്ങളുടെ വേരുകളിൽ നിന്ന് ജലവും പിന്നെ അതുപോലെ സൂര്യപ്രകാശം, കാർബൺ ഡൈ ഓക്സൈഡ് ഇതെല്ലാം ഉപയോഗിച്ചിട്ട് സസ്യങ്ങൾ ആഹാരം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഓക്സിജനെ പുറത്തേക്ക് വിടും. അപ്പോൾ ആ ഓക്സിജനാണ് നമ്മൾ ശ്വസിക്കുന്നത് അല്ലേ. അപ്പോൾ സസ്യങ്ങളില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. ഇലകളിലെ ഹരിതകം എന്ന വർണ്ണമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഓക്സിജനും ഉണ്ടാകുന്നു. അപ്പോൾ ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓക്സിജനാണ് അല്ലേ. ആ ഒരു പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? പ്രകാശ സംശ്ലേഷണം. ഇനി അടുത്ത ഊർജ്ജം ലഭിക്കാൻ സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കാൻ സൂര്യപ്രകാശം ആവശ്യമാണെന്ന് കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആഹാര നിർമ്മാണം നടക്കണമെങ്കിൽ എന്താണ്? സൂര്യപ്രകാശം വേണം അല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ കിച്ചണിൽ ഫുഡ് വയ്ക്കുന്നതിന് നമുക്ക് എന്താണ്? ചൂടൊക്കെ വേണ്ടേ? അതിനല്ലേ നമ്മൾ അടുപ്പൊക്കെ കത്തിച്ച് ചൂടൊക്കെ വെച്ചിട്ടല്ലേ നമ്മൾ ആഹാരം ഉണ്ടാക്കുന്നത്. അതുപോലെ അതിന് സസ്യങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കാൻ എന്ത് വേണം? സൂര്യപ്രകാശം ആവശ്യമാണ്. ഇനി പരമാവധി സൂര്യപ്രകാശം പതിക്കുന്ന രീതിയിലാണ് സസ്യങ്ങളിൽ ഇലകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. തന്നിരിക്കുന്ന ചിത്രത്തിലെ ഇലകളുടെ ക്രമീകരണം നോക്കൂ. അപ്പോൾ പരമാവധി സൂര്യപ്രകാശം ഇവർക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇലകൾ ഇവരുടെ ബോഡിയിൽ ഇങ്ങനെ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ ആ ഒരു പ്രത്യേകമായ രീതിയിലാണ്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് സൂര്യപ്രകാശം ഇങ്ങനെ ക്യാച്ച് ചെയ്തിട്ട് ആഹാരം ഉണ്ടാക്കാൻ പറ്റും. അപ്പം നിങ്ങളുടെ പരിസരത്തുള്ള ചെടികൾ നിരീക്ഷിച്ച് ഇതേ രീതിയിൽ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നവയെ കൂട്ടങ്ങളാക്കൂ. അപ്പം പലതരത്തിലുള്ള ഇലകളാണ്. ചെമ്പരത്തിയുടെ ഇല പോലെയല്ല തുളസിയുടെ ഇല, അതുപോലെയല്ല ഏഴിലം പാലയുടെ ഇല. അപ്പോൾ ആ ഒരു ഇലകളുടെ ആ ഒരു ക്രമീകരണത്തിൽ പോലും വ്യത്യാസമുണ്ട് അല്ലേ. ഇല പച്ചയ്ക്ക് പിന്നിൽ. ഇലകൾക്ക് പൊതുവേ പച്ച നിറമാണല്ലോ, എന്നാൽ പല നിറത്തിലുള്ള ഇലകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലേ. അപ്പം ഇലകൾക്ക് പച്ച നിറമാണ്. നമ്മൾ കോമൺ ആയിട്ട് പറയുമ്പം ഇലകൾക്ക് പച്ച നിറമാണ്. പക്ഷേ ചുമന്ന കളറിലുള്ള നമ്മൾ ചീരയൊക്കെ കണ്ടിട്ടില്ലേ, ചീരയ്ക്കൊക്കെ ചുമന്ന കളറല്ലേ. അപ്പോൾ പല തരത്തിലുള്ള കളറുകളുണ്ട് അല്ലേ. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന വർണ്ണകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു കളറ് വരുന്നത്. ഇനി പല നിറം. അപ്പം നമ്മളിവിടെ ഒരു ബോക്സിൽ കുറേ നിറങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചുവപ്പ് നിറം എന്ന് പറയുന്ന ഒരു നിറം ഉണ്ടാകാനുള്ള സഹായിക്കുന്ന വർണ്ണകമാണ് എന്തെന്ന് പറയുന്നത്? ആന്തോസയാനിൻ എന്ന് പറയുന്നത്. ഓറഞ്ച് കളറിന് അവിടെ കൊടുത്തിരിക്കുന്നതും ആ ഒരു കളറാണ് അല്ലേ. ഓറഞ്ച് കളറിന് കാരണം എന്താണ്? വർണ്ണകം എന്താണ്? കരോട്ടിൻ. മഞ്ഞ കളറിന് കാരണമായ വർണ്ണകം ഏതാണ്? സാന്തോഫിൽ. ഇനി അടുത്ത വാതക വിനിമയം സസ്യങ്ങളിൽ അല്ലേ. വാതക വിനിമയം സസ്യങ്ങളിൽ
പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലേ? അപ്പം നമുക്കൊക്കെ അറിയാം, നമ്മൾ ശ്വസിക്കുമ്പോൾ പുറത്ത് വിടുന്ന വാതകം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങൾ എടുത്തിട്ട് സസ്യങ്ങൾ എന്താണ്? പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കാനുള്ള പ്രക്രിയ. ആ പ്രക്രിയയ്ക്ക് സസ്യങ്ങൾ ഉപയോഗിക്കുന്ന വാതകമാണ് എന്തെന്ന് പറയുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഊർജ്ജം ലഭിക്കാനാണ് ജീവികൾ ശ്വസിക്കുന്നത്. അപ്പം നമ്മളൊക്കെ ശ്വസിക്കുന്നത് എന്തിനാണ്? നമുക്ക് ഊർജ്ജം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സസ്യങ്ങൾക്ക് ഊർജ്ജം ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സസ്യങ്ങൾ എന്താണ്? സസ്യങ്ങൾക്ക് ഊർജ്ജം വേണമെങ്കിൽ സസ്യങ്ങൾ ശ്വസിക്കുന്ന വാതകം എന്ന് പറയുന്നത് ഈ ഓക്സിജൻ തന്നെയാണ്. പക്ഷേ സസ്യങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നത് കേട്ടോ. സസ്യങ്ങൾ ശ്വസിക്കുന്നത് നമ്മളെപ്പോലെ ഓക്സിജൻ തന്നെയാണ്. അപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവർ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നത്. ഊർജ്ജം ലഭിക്കാൻ സസ്യങ്ങളിലും ശ്വസനം നടക്കേണ്ടതില്ലേ? അപ്പോൾ സസ്യങ്ങളിലും ശ്വസനം നടക്കണം ഇല്ലേ? സസ്യങ്ങൾക്ക് ഊർജ്ജം വേണ്ടേ? സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട്. എല്ലാ ജീവികളും ശ്വസനത്തിനായി ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്. ശ്വസനഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. ശ്വസനഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു. അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇതിനായി ഇലകളിൽ പ്രത്യേക ഭാഗം വല്ലതുമുണ്ടോ എന്ന് പരിശോധിക്കാം ഇല്ലേ? അപ്പോൾ എന്താണ്? ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഇലകളിലൂടെ എന്ന് പറയുമ്പോൾ ഇലകളിൽ എന്തെങ്കിലും പ്രത്യേക ഭാഗങ്ങളുണ്ടോ ഈ വാതകങ്ങൾ അകത്തേക്ക് കയറാൻ? അപ്പോൾ അതാണ് നമ്മളിനി നോക്കുന്നത്. അപ്പോൾ ശ്വസിക്കുന്നതിൻ്റെ കാര്യം മനസ്സിലായല്ലോ. എന്താണ് ശ്വസിക്കുന്നതിന്? എന്താണ് ശ്വസന ഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം എന്താണ്? ഓക്സിജൻ തന്നെയാണ്. അപ്പോൾ പകൽ സമയത്താണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് അവർ ഉപയോഗിക്കുന്നത്. രാത്രി കാലങ്ങളിൽ നമ്മളെപ്പോലെയാണ്, പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല. അപ്പോൾ എന്താണ്? നമ്മളെപ്പോലെ ഓക്സിജൻ ശ്വസിക്കും, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിടുകയാണ് ചെയ്യുന്നത്. ഇലകളിലുള്ള ഈ സൂക്ഷ്മ സുഷിരങ്ങളെ എന്താണ്? അപ്പം ഇലകളിലൂടെയാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇലകളിലേക്ക് എന്താ പറയുക, ഇലകളിലൂടെ വാതക വിനിമയം ഒക്കെ നടക്കുമ്പോൾ വാതകം പുറത്തേക്ക് പോകാനും അകത്തേക്ക് കയറാനും ഇലകളിലൊക്കെ എന്തുണ്ട്? സൂക്ഷ്മ സുഷിരങ്ങളുണ്ട്. ഈ സുഷിരങ്ങളെയാണ് എന്ത് പറയുന്നത്? സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഇതിലൂടെയാണ് അന്തരീക്ഷ വായു സസ്യത്തിനകത്ത് പ്രവേശിക്കുന്നത്. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. അപ്പോൾ ഈ ഇലകളിലൊക്കെ നമുക്ക് പെട്ടെന്ന് കാണാൻ ഒക്കില്ല. മൈക്രോസ്കോപ്പിലൂടെയൊക്കെ നോക്കിയാൽ മാത്രമേ നമുക്ക് ആ ഒരു സുഷിരങ്ങളെ കാണാൻ പറ്റൂ. അപ്പോൾ ആ ഒരു സുഷിരങ്ങളിലൂടെയാണ് എന്ത് പറയുന്നത്? ഈ വാതകങ്ങൾ അകത്തേക്ക് കയറുകയും പുറത്തേക്ക് പോവുകയും ചെയ്യുന്നത്. ഇലകളിൽ കാണപ്പെടുന്ന സുഷിരങ്ങൾ. ആ ഒരു സുഷിരങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. കണ്ണുകൾ കൊണ്ട്, അപ്പോൾ ഇനി മൈക്രോസ്കോപ്പിൻ്റെ ഒരു പിക്ചർ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത വസ്തുക്കളെയൊക്കെ വലുതായിട്ട് കാണാനാണ് നമ്മൾ ഈ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. ഇതാണ്ട് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഒരു പിക്ചറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ചിത്രം നോക്കിയിട്ട് പകൽ എങ്ങനെയാണ് രാത്രി എങ്ങനെയാണെന്നുള്ളതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പകൽ എങ്ങനെയാണ്? ഓക്സിജൻ ഇപ്പോൾ അകത്തേക്ക് ശ്വസിക്കുന്നു. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നുണ്ട് ശ്വസനത്തിൽ കൂടെ. പക്ഷേ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ തന്നെ അവർ വീണ്ടും ഉള്ളിലേക്ക് എടുത്തിട്ട് പ്രകാശ സംശ്ലേഷണം നടത്തുകയാണ് ചെയ്യുന്നത് പകൽ. ഇപ്പോൾ രാത്രിയിൽ എങ്ങനെയാണ്? നമ്മുടെ പോലെ തന്നെ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത് രാത്രിയിൽ ഫുഡ് ഉണ്ടാക്കുന്നില്ല, അതായത് പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല. അതുകൊണ്ട് സാധാരണ രീതിയിൽ ഓക്സിജൻ ശ്വസിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുകയും ചെയ്യുകയാണ്. ഇനി ആതിഥേയനും അതിഥികളും. ആരാണ് ആതിഥേയൻ എന്ന് പറയുന്നത്? അപ്പം നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരികയാണ്. അപ്പം അവിടെ ആതിഥേയൻ എന്ന് പറയുന്നത് നമ്മളാണ് അല്ലേ? അതിഥി എന്ന് പറയുന്ന ആരാണ്? നമ്മളെ വീട്ടിൽ വരുന്ന ഗസ്റ്റിനെയാണ് നമ്മൾ അതിഥി എന്ന് പറയുന്നത്. അതുപോലെ ഈ സസ്യങ്ങളിലും കുറേ ആതിഥേയന്മാരും അതിഥികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെന്താണെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ്ട് വളരെ രസകരമായിട്ടുള്ള ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറേ ഇങ്ങനെ എന്താ പറയുക, മരത്തിൽ കാണപ്പെടുന്ന കുറേ സസ്യങ്ങൾ. അപ്പോൾ അതിങ്ങനെ മരത്തിലൊക്കെ ചുറ്റിപ്പിടിച്ചൊക്കെ ഇങ്ങനെ വളരും. അപ്പോൾ അതൊക്കെ പറയുന്ന ഓരോ ഡയലോഗ്സാണ് ആ ഒരു ബോക്സിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ പറയണം, ഞാൻ മാവ്, എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു. അപ്പോൾ ഈ മാവ് പറയാണ്, ഞാൻ മാവാണ്, എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു. അപ്പോൾ അതിൽ ജീവിക്കുന്ന വേറൊരു സസ്യമായ ഇത്തിൽക്കണ്ണി പറയുകയാണ്, ഞാനും സ്വയം ആഹാരം നിർമ്മിക്കുന്നു, പക്ഷേ ജലവും ലവണങ്ങളും ഈ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. എന്ന് വെച്ചാൽ ഈ മരത്തിൽ തന്നെ കാണപ്പെടുന്ന വേറൊരു സസ്യമാണ് ഇത്തിൽക്കണ്ണി എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്താണ്? ഈ മരത്തിലാണ് ജീവിക്കുന്നത്, പക്ഷേ
സ്വയം ആഹാരം നിർമ്മിക്കുമെങ്കിലും അതിന് വേണമെന്നുള്ള ജലവും ലവണവും ഒക്കെ എവിടെ നിന്നാണ്? ഈ മരത്തിൽ നിന്നാണ് അത് എടുക്കുന്നത്, ഇല്ലേ? അപ്പം മൂടില്ലാത്താളി എന്ന് പറയുന്ന വേറൊരു സസ്യമുണ്ട്. ഒരു എന്താ പറയുക, മഞ്ഞ നൂല് പോലൊക്കെ കാണപ്പെടുന്ന ഒരു സസ്യമാണ്. അപ്പോൾ അത് പറയുന്നത് എന്താണ്? ഞാൻ മൂടില്ലാത്താളി, ഞാൻ ആഹാരം നിർമ്മിക്കുന്നില്ല, എനിക്ക് വേണ്ട പോഷക ഘടകങ്ങൾ ഞാൻ ഈ ചെടിയിൽ നിന്ന് വലിച്ചെടുക്കുന്നു. അപ്പോൾ ഈ മൂടില്ലാത്താളി എന്ന് പറയുന്നൊരു മടിയനായ ഒരു സസ്യമാണ്, ഇല്ലേ? അപ്പോൾ അതെന്താണ്? അതിന് സ്വന്തമായിട്ട് ആഹാരമൊന്നും നിർമ്മിക്കാൻ വയ്യ. അപ്പോൾ അതെന്താണ്? അതിന് വേണ്ട പോഷകഘടകങ്ങൾ, അതായത് ഈ മാവുണ്ടാക്കിയ ആഹാരമെല്ലാം വലിച്ചെടുത്തിട്ടാണ് അത് ജീവിക്കുന്നത്. ഇനി മരവാഴ എന്താണ്? ഞാൻ മരവാഴ, എനിക്ക് വേണ്ട ആഹാരം ഞാനും സ്വയം നിർമ്മിക്കുന്നു, പക്ഷേ എനിക്ക് ഇരിക്കാൻ സ്ഥലം വേണം. അപ്പം മരവാഴ പറയുന്നത് എന്താണ്? ഞാൻ സ്വന്തമായിട്ട് ആഹാരമൊക്കെ ഉണ്ടാക്കിക്കൊള്ളാം, പക്ഷേ എനിക്ക് ഇരിക്കണമെങ്കിൽ എനിക്ക് മാവിൽ ഒരു സ്ഥലം തരണമെന്നാണ് മരവാഴ പറയുന്നത്. അപ്പം മാവ്, ഇത്തിൽക്കണ്ണി, മൂടില്ലാത്താളി, മരവാഴ എന്നിവരുടെ സംഭാഷണം ശ്രദ്ധിച്ചല്ലോ. ഇവരിൽ സ്വയം ആഹാരം നിർമ്മിക്കുന്നവർ ആരെല്ലാമാണ്? അപ്പോൾ ഇതിലാരാ സ്വയം ആഹാരം നിർമ്മിക്കുന്നത്? മാവ് സ്വയമായിട്ട് ആഹാരം നിർമ്മിക്കും, ഇല്ലേ? ഇത്തിൽക്കണ്ണിയും സ്വയം ആഹാരം നിർമ്മിക്കുന്നുണ്ട്. അപ്പം മരവാഴയും ആഹാരം സ്വയം നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും മടിയനായിട്ടുള്ള വ്യക്തി ആരാണ്? മൂടില്ലാത്താളിയാണ്, ഇല്ലേ? മൂടില്ലാത്താളിക്ക് സ്വന്തമായിട്ട് ആഹാരമൊന്നും നിർമ്മിക്കാൻ വയ്യ. ആരെങ്കിലും ഉണ്ടാക്കി വെച്ച ആഹാരം എടുത്ത് കഴിക്കാനേ പുള്ളിക്ക് പറ്റുള്ളൂ. അപ്പോൾ എന്താണ് അടുത്ത? പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ സൂര്യപ്രകാശം, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ഈ സസ്യങ്ങൾക്ക് ലഭിക്കുന്നത് ഒരേ രീതിയിലാണ്. എന്നാൽ ജലം ലഭിക്കുന്നതോ? മാവിന് ജലം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? അപ്പോൾ മാവിന് എവിടെ നിന്നാണ് ജലം ലഭിക്കുന്നത്? മാവിന് വലിയ വേരുകളാണ്, നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? മരവാഴയ്ക്ക് ഇത്തിൽക്കണ്ണിക്കുമോ അതിനൊക്കെ വേരുണ്ടോ? അപ്പോൾ ഇനി നോക്കണം കേട്ടോ. വീടിൻ്റെ അടുത്ത് മരവാഴയോ ഇത്തിൽക്കണ്ണിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. മാവിന് ജലം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? അപ്പോൾ മാവിൻ്റെ വലിയ വേരുകളുണ്ട്, ആ വേരുകളിൽ നിന്നാണ് എന്താണ്? മാവിന് ജലം ലഭിക്കുന്നത്, ഇല്ലേ? അവ വേരുകൾ ആഴത്തിൽ പോയിട്ട് മണ്ണിനടിയിൽ നിന്ന് ജലമൊക്കെ കൊണ്ട് മാവിന് കൊടുക്കും. അങ്ങനെ മാവ് ഫുഡ് ഉണ്ടാക്കും. 2 തരം വേരുകൾ കാണുന്നില്ലേ? എന്താണ് ഈ വേരുകളുടെ ധർമ്മം? ഇനി നമ്മൾ വേരുകളുടെ ധർമ്മത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു, ഇല്ലേ? കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു. ഓർക്കിഡുകൾ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. ഇപ്പോൾ ചെറിയ വേരുകൾ എന്താണ്? മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാനാണ് സഹായിക്കുന്നത്, ഇല്ലേ? മരവാഴയ്ക്കുള്ളത് എന്താണ്? ചെറിയ വേരുകളാണ്. അപ്പോൾ അതെന്താണ്? മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കും. കട്ടി കൂടിയ വേരുകളോ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്, അല്ലേ? വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ് ഇവ എന്തിനെ ആശ്രയിക്കുന്നത്? ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ആരാണ്? ഈ മരവാഴ എന്ന് പറയുന്ന സസ്യം. ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു. അങ്ങനെ ഈ വാസസ്ഥലത്തിന് വേണ്ടി അതായത് അതിന് താമസിക്കാനൊരു സ്ഥലം മാത്രം കൊടുത്താൽ മതി, ആഹാരമൊക്കെ അത് സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കോളും. അങ്ങനെയുള്ള സസ്യങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. ഓർക്കിഡുകളാണ് എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണം. അപ്പോൾ ഓർക്കിഡുകളാണ് എന്തിന് ഉദാഹരണം? എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണം. പിന്നെ ഇവിടെ ഇത്തിൽക്കണ്ണിയുടെ വേരുകളുടെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ നോക്കി മനസ്സിലാക്കുക. പിന്നെ അടുത്ത, ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ ഇത്തിൽക്കണ്ണി പോലുള്ള സസ്യങ്ങളെ അർദ്ധപരാദങ്ങൾ എന്ന് പറയുന്നു. അർദ്ധപരാദം എന്ന് പറഞ്ഞാൽ എന്താണ്? പകുതി. അർദ്ധം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പകുതി എന്നാണ്, അല്ലേ? അപ്പോൾ അർദ്ധപരാദം എന്ന് പറഞ്ഞാൽ, പരാദം എന്നാൽ എന്താ വാക്കിൻ്റെ അർത്ഥം എന്താണ്? പാരസൈറ്റ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. പരാദം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ജീവികളെ ആഹാരത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ജീവികളെയാണ് പരാദങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അർദ്ധപരാദം എന്ന് പറയാൻ കാരണം എന്താണ്? പകുതി പരാദം എന്ന് വെച്ചാൽ ഇത്തിൽക്കണ്ണി എന്താണ്? ജലവും ലവണവും മാത്രമേ ആതിഥേയ സസ്യത്തിൽ നിന്ന് എടുക്കുന്നുള്ളൂ, ഇല്ലേ? അത് സ്വന്തമായിട്ടാണ് ആഹാരം നിർമ്മിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പകുതി എന്ന് വെച്ചാൽ ആഹാരത്തിന് വേണ്ട കാര്യങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ആഹാരം അത് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് എന്താണ്? അതിനെ അർദ്ധപരാദം എന്നാണ് എന്തിനെ അറിയപ്പെടുന്നത്? ഇത്തിൽക്കണ്ണിയെ അറിയപ്പെടുന്നത്. ഇനി അടുത്തത്, ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. ഇനി പറയുന്നത് മൂടില്ലാത്താളിയെ പറ്റിയാണ്. അപ്പം നമ്മളിപ്പോൾ പഠിച്ചത് ഇത്തിൽക്കണ്ണിയെ പറ്റിയാണ്. ഇത്തിൽക്കണ്ണി എന്ന് പറഞ്ഞാൽ അർദ്ധപരാദമാണ്. കാരണം അത് പകുതി മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ ആതിഥേയ സസ്യത്തെ. ഈ മൂടില്ലാത്താളി എന്ന് പറയുന്ന സസ്യം എന്താണ്? ആതിഥേയ സസ്യത്തെ മുഴുവനായിട്ട് ആശ്രയിക്കുന്ന ഒരു സസ്യമാണ്. ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. ആതിഥേയ സസ്യത്തിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്താളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണപരാദങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ അതായത് ആതിഥേയ സസ്യത്തിൽ നിന്ന് അതുണ്ടാക്കി വെച്ചിരിക്കുന്ന ആഹാരമാണ് അത് വലിച്ചെടുക്കുന്നത്, അല്ലേ? അങ്ങനെയുള്ള സസ്യങ്ങളെ എന്താണ് പറയുന്നത്?
പൂർണ്ണപരാതം എന്നാണ് പറയുന്നത്. പൂർണ്ണപരാതം എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് അത് ആതിഥേയ സസ്യത്തെ ആശ്രയിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ് അതിനെ എന്തെന്ന് പറയുന്നത്, പൂർണ്ണപരാതം എന്ന് പറയുന്നത്. അപ്പോൾ അർദ്ധപരാതത്തിന് ഉദാഹരണം എന്താണ് ഇത്തിൽക്കണ്ണിയാണ് അർദ്ധപരാതം, മുടില്ലാത്തള്ളിയാണ് പൂർണ്ണപരാതം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഏകദേശം തീർന്നു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും അതിൻ്റെ ഒരു അഭിപ്രായം പറയുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതും കമൻ്റായിട്ട് പറയുക. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വേണമെങ്കിൽ ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് ഫോളോ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ തന്നെ സ്റ്റുഡൻസിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.